കുഴപ്പമൊന്നുമില്ല ചേട്ടാ. ഓ, അതറിഞ്ഞാ മതി. ഇത്രയും തരം ടെൻഷൻ അടിച്ച് പണ്ടാരടങ്ങിപ്പോയി. ഭദ്രേട്ടന് എന്തോന്നു ടെൻഷൻ? ടെൻഷൻ മൊത്തം എന്താ ഇവൾക്കായിരുന്നു. എനിക്കിപ്പോ അമ്മായിയെ കാണണം, എനിക്കിപ്പോ അമ്മായിയെ കാണണം പറഞ്ഞ് എന്തൊരു ബഹളായിരുന്നു എന്നറിയോ. ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല അവള്. ഇപ്പൊ നിനക്ക് സമാധാനായല്ലോ അല്ലേ? ചന്ദ്രലേഖ, ഇന്നു മുതല് എനിക്ക് വ്രതമാണ്. ലൈറ്റ് ഫുഡ് എന്തെങ്കിലും മതി. നിനക്ക് മാത്രം ആക്കണ്ട, എല്ലാവർക്കും ഇനി 10 ദിവസത്തേക്ക് വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കിയാൽ മതി. അല്ല, അതെന്തിനാ? ഇവരല്ലേ വ്രതം? അതിന് ബാക്കിയുള്ളൊരു പച്ചക്കറി കഴിക്കുന്നതിനാ. എനിക്കാണെങ്കിൽ മീനോ ഇറച്ചിയില്ലാതെ ഒരു പിടി ആരും തൊണ്ടേന്ന് ഇറങ്ങത്തില്ല. എന്റെ ഭാര്യയ്ക്കും മോക്കും അങ്ങനെ തന്നെയാ. ഇവിടെ മീൻ കുറിച്ചിയാ. അച്ഛനൊന്നും മിണ്ടാതിരുന്നേ. അർജുനേട്ടൻ വ്രതം പിടിക്കല്ലേ, അപ്പൊ മീനും ഇറച്ചിയോ ഒന്നും ഉണ്ടാക്കണ്ട. ഞാനും വ്രതത്തില. അർജുൻ എന്തിനാ വ്രതം പിടിക്കുന്നേ? പറയും പോലെ എന്തിനാണ് നിന്റെ വ്രതം? കഴിഞ്ഞ തവണ ഞാൻ ജോത്സ്യനെ കണ്ടപ്പോ എന്റെ സമയം തീരെ ശരിയല്ലാന്ന് പറഞ്ഞു ജോത്സ്യൻ. അത് ശരിയാണെന്ന് എനിക്ക് ബോധ്യമാവുകയും ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുമെന്നും രക്തബന്ധത്തിലുള്ള ആരെങ്കിലും 10 ദിവസം എനിക്ക് വേണ്ടി വ്രതമെടുത്ത ആ ശാപം താനെ മാറുമെന്നുമാണ് ജോത്സ്യം പറഞ്ഞത്. മക്കളാരെങ്കിലും ആയാൽ അത്രയും നന്നെന്നും പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുമെന്നും രക്തബന്ധത്തിലുള്ള ആരെങ്കിലും 10 ദിവസം എനിക്ക് വേണ്ടി വ്രതമെടുത്ത ആ ശാപം താനെ മാറുമെന്നുമാണ് ജോത്സ്യം പറഞ്ഞത്. അല്ല, അർജുന്റെ വിവാഹം കഴിഞ്ഞല്ലേ ഉള്ളൂ. വ്രതം അവൻ എടുക്കണ്ട, മഹി എടുക്കട്ടെ. മഹി കേട്ട അവൻ പറയും വ്രതം ഞാൻ എടുത്തോളാം ഏട്ടാ. അത് വേണ്ട ചാ. ഞാൻ കാരണം അമ്മ കുറെ വിഷമിച്ചു.